വെമ്പായത്ത് വയോധിക ഉൾപ്പെടുന്ന കുടുംബത്തെ സഹകരണ ബാങ്ക് അധികൃതർ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. LDF-ഉം SDPI-യും ബാങ്കിന് മുന്നിൽ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചു. എന്നാൽ നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ് തങ്ങൾ ചെയ്തത് എന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം. കോൺഗ്രസ് ഭരിക്കുന്ന നെടുമങ്ങാട് സഹകരണ അർബൻ ബാങ്കിൽ നിന്ന് കന്യാകുളങ്ങര കുണൂർ സ്വദേശി സജിയും ഭാര്യ പ്രഭാകുമാരിയും ചേർന്ന് ആകെയുണ്ടായിരുന്ന 4 സെന്റ് വസ്തു പണയപ്പെടുത്തി 1.5 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. എന്നാൽ സജിക്ക് അപകടം പറ്റിയതിനെ തുടർന്ന് ലോൺ അടവ് മുടങ്ങി. ഇപ്പോൾ മുതലും പലിശയും ചേർത്ത് 2.5 ലക്ഷത്തോളം രൂപ അടയ്ക്കാനുണ്ട്. തുടർന്നാണ് ബാങ്ക് ജപ്തി നടപടികളുമായി മുന്നോട്ട് പോയത്. 85 വയസ്സുള്ള പ്രഭാകുമാരിയുടെ മാതാവ് ഉൾപ്പെടെയുള്ളവരെ പുറത്താക്കിയാണ് ബാങ്ക് ജപ്തി നടപടികൾ പൂർത്തീകരിച്ചത്. വിവരമറിഞ്ഞ് മന്ത്രി GR അനിലും നാട്ടുകാരും പ്രാദേശിക ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. മന്ത്രി പോയതിനു പിന്നാലെ നാട്ടുകാർ വാതിൽ ചവിട്ടിപ്പൊളിച്ച് വീട്ടുകാരെ അകത്ത് പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. ബാങ്കിൽ നിന്ന് വായ്പ എടുത്താൽ കൊടുക്കേണ്ടതില്ല എന്നാരും തന്നെ കേരളത്തിലെ സമൂഹമുള്ള ഒരു മനുഷ്യനും അത്തരമൊരു വാദഗതി ഉന്നയിക്കാനിടയില്ല, ഇക്കാര്യത്തിലും ഉന്നയിച്ചിട്ടില്ല. പക്ഷെ വീട് ജപ്തി ചെയ്യുക, 85 വയസ്സായ ഒരു അമ്മയടക്കം ഇറക്കി വിടുക, യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ വീട് ചവിട്ടിത്തുറന്ന് എല്ലാ ആളുകളെയും പുറത്താക്കി അടച്ചുപൂട്ടുക, അവരെ തെരുവിലേക്ക് പറഞ്ഞേക്കുക എന്ന രീതി അത് കാടൻ രീതിയാണ്. ഒരിക്കലും അത് അനുവദിക്കാനാവില്ല. റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങൾ പ്രകാരം പ്രവർത്തിക്കുന്ന ബാങ്കിനെ തകർക്കാനായാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നതെന്നും മന്ത്രിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബാങ്ക് ചെയർമാൻ തേക്കട അനിൽകുമാർ പറഞ്ഞു. മന്ത്രി GR അനിലിനെതിരെ തേക്കട അനിൽകുമാർ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രി ഒരു കോടതി നടപടിയെ വെല്ലുവിളിക്കുന്നതും ആ കോടതി നടപടിയെ ധിക്കരിക്കുന്നതും. ഇതിനെ സംബന്ധിച്ച് ശക്തമായ നടപടിയുമായി പോകുന്നതിനാണ് ബാങ്കിന്റെ ഭരണസമിതി യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ ഏതറ്റം വരെയും, കാരണം കേരളത്തിലെ സഹകരണ മേഖല രക്ഷിക്കാനും മറ്റുള്ള ബാങ്കുകൾക്ക് ധാരാളം ആളുകൾ വായ്പയെടുത്ത് അത് തിരിച്ചടയ്ക്കേണ്ട എന്നുള്ള ഒരു സന്ദേശമാണ് മന്ത്രിയുടെ നടപടിയുടെ ഉണ്ടായത്. സംഭവത്തിൽ CPM-ഉം SDP-യും വലിയ രീതിയിലാണ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത്. ബാങ്കിലെ അഴിമതിയും ധൂർത്തും അവസാനിപ്പിക്കുക, ജപ്തി നടപടികൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത്. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.